ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് LDF നേതാക്കൾ പത്തനംതിട്ടയിൽ പറഞ്ഞു. പരാജയ ഭീതി മുന്നിൽ കണ്ടവരാണ് ബോർഡുകൾ തകർത്തതിനു പിന്നിലെന്നും നേതാക്കൾ ആരോപിച്ചു. പരാജയ ഭീതി മൂലമാണ് ആറന്മുള മണ്ഡലത്തിലെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതെന്ന് LDF സ്ഥാനാർത്ഥി വീണ ജോർജ് ആരോപിച്ചു. UDF സ്ഥാനാർത്ഥി തന്നെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. ബഹുമാന്യനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം തന്നെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത്. പരാജയ ഭീതി കൊണ്ട് നടത്തിയ ഒരു ആസൂത്രിതമായ ശ്രമമാണിത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. മാനസികമായി തകർക്കാൻ ആദ്യം ശ്രമമുണ്ടായി. അത് നടക്കാതെ വന്നപ്പോൾ കായികമായി നേരിടുകയും മനോവീര്യം കെടുത്താം എന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. പ്രചാര ബോർഡുകൾ നശിപ്പിച്ചവരെ കണ്ടെത്താൻ വേണ്ടി വിവിധ സ്ഥാപനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കഴിയുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. LDFന്റെ മുന്നേറ്റം കണ്ട് ഭയന്നവരാണ് ബോർഡുകൾ തകർത്തതിന് പിന്നിൽ. ക്യാമറ ദൃശ്യങ്ങളിലൂടെയും അതേപോലെ തന്നെ നെടുമ്പ്രയാറിൽ ഞങ്ങളുടെ ഓഫീസ് തകർത്തതിനടുത്തുള്ള ഹോട്ടലിലെ ക്യാമറയും ഇലന്തൂരിലെ യൂക്കോ ബാങ്കിന് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലുമെല്ലാം ഈ നശീകരണത്തിന്റെ ദൃശ്യങ്ങൾ പതിയാൻ ഇടയാവും. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായും ഇതിലെ അക്രമകാരികളെ കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. പരാജയ ഭീതി പൂണ്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാവണം ഇത്തരം ഹീനമായ അക്രമ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പത്തനംതിട്ട SP-ക്കും LDF പരാതി നൽകിയിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് ആറന്മുള മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.